നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലാകുന്നതിനെ കുറിച്ചാണ്. ഇതൊരു ആക്റ്റീവ സ്കൂട്ടറാണ്. സാധാരണഗതിയിൽ നമ്മൾ ഓയിൽ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ പൊല്യൂഷൻ സെൻറ്ററിലേക്ക് പോകും പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എയർ ഫിൽറ്റർ ആരും തന്നെ ചെക്ക് ചെയ്യുന്നില്ല. കാരണം നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതിനുള്ള സമയം കിട്ടാറില്ല. നിങ്ങൾ ഇനിയെങ്കിലും പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വണ്ടിയുടെ എയർ ഫിൽറ്റർ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെക്ക് ചെയ്യണം. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഫുള്ള് ബ്ലോക്കാണ്, ഫുള്ള് പൊടി പിടിച്ചിരിക്കുകയാണ്. ഇത് പുതിയൊരു എയർ ഫിൽറ്ററാണ്, ജെനുവൻ പാർട്സ് ഹോണ്ടയുടെ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, രണ്ടിൻ്റെ വ്യത്യാസം കണ്ടല്ലോ. ഇതായിരുന്നു ഇതിൻ്റെ ഗ്രീൻ കളറാണ് ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള എയർ ഫിൽറ്റർ. മറ്റേത് പൊടി പിടിച്ച് ബ്ലോക്കായിപ്പോയി. ഇത് കൃത്യസമയങ്ങളിൽ ഫിൽറ്റർ മാറാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈലേജിനെ ബാധിക്കും, പൊല്യൂഷൻ വർദ്ധിക്കും, പെർഫോമൻസ് കുറയും, എഞ്ചിൻ്റെ ആയുസ് കുറയുകയും ചെയ്യും. നമ്മൾ തിരക്ക് പിടിച്ച് നമ്മൾ പോയി എടുക്കുന്ന സമയങ്ങളിൽ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ കൃത്യസമയത്ത് ജനറൽ സർവീസ്, പീരിയോഡിക്കൽ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക, പ്ലഗ് ചേഞ്ച് ചെയ്യുക, സെക്കൻഡറി ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, കാർബൈഡർ ട്യൂൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പൊല്യൂഷൻ സെൻറ്ററിൽ പോയി പൊല്യൂഷൻ എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൊല്യൂഷൻ പൂർണ്ണമായ വിജയത്തിൽ പാസ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ ഫെയിലായാൽ പോലും ഒരു ഫീസ് ഈടാക്കും. അപ്പോൾ അത് വൻ നഷ്ടമാണ് നമുക്ക്. എല്ലാവരും അടുത്ത തവണ പോകുമ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കൃത്യസമയത്ത് ചെയ്ത് പോവുക. നന്ദി, നമസ്കാരം.